പാപിയായി ഞാൻ, തീരാത്ത സ്നേഹത്തിൻ നീറും ഹൃദയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂജപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിമയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് വെട്ടുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷകൾ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികര രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. ഇന്ന് ആരാധനാവസരത്തിൽ കൈത്താക്കാലം ആരംഭിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി ഫലം പുറപ്പെടുവിച്ച പുസ്തകന്മാരെയും ആത്മ സഭാംഗങ്ങളെയും പ്രത്യേകം ഓർത്ത് നമ്മുടെ ജീവിതത്തിലൂടെയും തിരുസഭയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം കൈകൾ കൂട്ടി കണ്ണുകളെ അടച്ച് കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് ബലിയർപ്പിക്കാൻ എടുക്കണമെന്ന് പ്രാർത്ഥിക്കാം.
നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നാം ആയിരിക്കുന്ന ദേശത്തെയും കോവിഡിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപ്പെട്ട
അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ സഹോദരരെ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഒരു ആശ്വസിച്ചാലും. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്ന് കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തു. ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 ആളം വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്നും വെളിപ്പെടുത്തണമേ. കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതോടെ ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷ പ്രാപിച്ച നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ഒന്നാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന ക്ലോയയുടെ ബന്ധത്തിൽ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണ്. പൗലോസിന്റെ നാമത്തിലാണ് നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. ക്രിസ്പോസിനെയും ഗായുസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങൾ എല്ലാവർക്കും സാധിക്കുകയില്ല. സ്തേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ.
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. 14-ാം അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നെക്കാൾ ബഹുമാന്യനായ ഒരാൾ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവർ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിങ്ങളോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആദ്യത്തെ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിലിരിക്കുന്ന സകലത്തിൻ്റെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവരോട് അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴമോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രൻ, വികലാംഗൻ, മുടന്തൻ, കുരുടൻ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. ഇരിക്കാം. വിശ്വാസമുള്ളവരെ, കൈത്താകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ലൂക്കാസ് സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിന് വേണ്ടി സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വചനഭാഗമാണ്. 2 ഭാഗങ്ങളാക്കി ഇതിനെ തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്ത് വിരുന്നുണ്ണാൻ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം. രണ്ടാമത്തെ ഭാഗത്ത് വിരുന്നിന് ക്ഷണിച്ച ആതിഥേയന് കർത്താവ് കൊടുക്കുന്ന ഉപദേശം. രണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം. ആദ്യത്തേത് പ്രത്യക്ഷത്തിൽ നമ്മൾ പറയും ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ പ്രാവർത്തികമാക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ ഈശോ പറഞ്ഞതിനൊക്കെ മറന്നു പോകാനായിട്ട് ഇടവരും. ഇതെന്താണ്? നിന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ നീ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഈ വചനഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറുള്ള ഒരു ചിന്തയാണ്, ഈ വചനം പ്രാവർത്തികമാക്കുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതെവിടെയാണെന്ന് പറയുന്നത്? ക്ഷണിക്കപ്പെട്ടത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ നീ ഏറ്റവും പുറകെ പോയിരിക്കണം. ആ വചനഭാഗം പ്രാവർത്തികം ഒറ്റ ഭാഗമുള്ളത് എവിടെ? പള്ളിയകം. പള്ളിയകത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം നേരത്തെ വന്ന് മുമ്പിൽ ഇരിക്കാനുള്ള സീറ്റ് പിടിക്കുന്നതാണ് വളരെ സന്തോഷമാണ്. ലോക്ക്ഡൗണിന് മുൻപായിരുന്നെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുറകിലാണ് നിൽക്കുള്ളൂ. അച്ഛൻ ഓരോ കുർബാനയ്ക്കും പറയണം, കയറി വരൂ എന്ന് പറയണം. ഈ വചനം ആർപ്പാടുകൂടി പ്രാവർത്തികമാക്കുന്ന ഒറ്റ സ്ഥലം അവിടെയാണ് വിചാരിച്ചത്. പിന്നെ ഇൻട്രോവേർട്ടായിട്ടുള്ള പിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിൽ, വളർച്ചയുടെ ഭാഗത്ത് മാനസികമായിട്ടുള്ള വളർച്ച കറക്റ്റായില്ലെങ്കിൽ ഇൻട്രോവേർട്ടുകളായിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്ന പിൻവലിക്കുന്ന സ്വഭാവങ്ങളും ആ കുട്ടികൾ ഒരുപക്ഷെ പുറകിൽ വന്ന് നിൽക്കുമായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ സമൂഹത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ നല്ല സെറ്റപ്പായിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് കുറച്ച് പേര് എപ്പോഴും ഏറ്റവും മുൻപിൽ നിൽക്കാനായിട്ട് വരും. ഏത് കല്യാണ വീട്ടിൽ പോയാലും അവിടെ മെച്ചപ്പാട് ഭക്ഷണമുണ്ടാക്കുന്ന ഒരാളെ കാണാൻ പറ്റും, അല്ലേ? നമ്മളൊക്കെ കണ്ടിട്ടില്ല. പണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ സദ്യ വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ അവിടെയൊക്കെ അതൊക്കെ മാറ്റി വയ്ക്കും, ഇതുകൊണ്ട് തിരിച്ചു വയ്ക്കും, മറച്ചു വയ്ക്കും എന്നൊക്കെ പറയുക വലിയ ഒച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരാളുണ്ടാവും. എല്ലാ കല്യാണ വീട്ടിലും കാണാം, മരണ വീട്ടിലും കാണാം. ശവത്തിന്റെ സമയമായാൽ 2 കോടി വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ആൾ എടുത്തു വരും. അപ്പം അങ്ങനെ ഒരു ആൾ എപ്പോഴും ഉണ്ടാകും. ഈശോ പറയാണ്, നിങ്ങൾ വിനയത്തോടുകൂടെ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. ഈശോയുടെ ആ വിനയ മനോഭാവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. എല്ലായിടത്തും നമുക്ക് എളിമയോടുകൂടെ വ്യാപരിക്കാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും കിട്ടണം. അത് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്കത് കിട്ടണം, ശരിക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വചനഭാഗം വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഭാഗമാണ്. നിങ്ങളൊരു വിവാഹം നടത്തുമ്പോൾ, അതിന് സദ്യ നടത്തുമ്പോൾ അയൽപ്പക്കത്തുള്ള സ്നേഹിതരെയോ അല്ലെങ്കിൽ വലിയ പണക്കാരെയോ ഒക്കെ നമുക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്നത്. അവരെ ക്ഷണിക്കാൻ പറയുന്നത് ദരിദ്രരെ, വികലാംഗരെ, മുടന്തരെ, കുരുടരെ എന്ന് പറഞ്ഞാൽ തെരുവോരങ്ങൾ
നിങ്ങൾക്ക് ഒന്നും തിരിച്ചു തരാൻ പറ്റാത്തവരെ ക്ഷണിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ക്ഷണിച്ചാൽ എന്താണ് ഗുണമെന്ന് പറയുന്നത്? നീ ഓട്ടോമാറ്റിക്കലി ദൈവസന്നിധിയിൽ വലിയവരായി പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഞാൻ റീജൻസി കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉടുപ്പ് തീർത്ത് തൊട്ടുകൊണ്ടുള്ള കാലഘട്ടത്തിലാണ് റീജൻസി കാലഘട്ടം, 7ാമത്തെ വർഷമാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പുറത്തുശ്ശേരിയിലുള്ള അഭയഭവനിൽ ഒരു കുറച്ച് നാൾ ആദ്യത്തെ ഒരു മാസത്തെ റീജൻസി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അവിടെ കിടപ്പ് രോഗികളാണ്, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കിടപ്പിലായിട്ടുള്ള വ്യക്തികളാണ്. എനിക്ക് ഡ്യൂട്ടി കിട്ടിയത് പുരുഷന്മാരുടെ വാർഡിലാണ്. അപ്പം ഞങ്ങൾ പുലർച്ചയ്ക്ക് 5:45 വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, നിർമ്മലദാസ സിസ്റ്റേഴ്സാണ് ഉള്ളത്. ആ സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു, കുർബാന കഴിയുമ്പോൾ നിങ്ങൾക്ക് ചായ തരില്ല, നിങ്ങൾ നേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി, ചായ തരാനുള്ള ശുശ്രൂഷയ്ക്ക്. കുർബാന കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചായ എന്നുള്ളതാണ് നമ്മുടെ ടൈം ടേബിൾ. അതില്ല, ചായ തരില്ലെന്ന് നമുക്ക് ഒത്തിരി വിഷമമായി. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചായ തരാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ മനസ്സിലോടുകൂടെ കുർബാനയിൽ കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. എന്നെ കൊണ്ടുപോയത് അവിടെ ഒരു കുമാരൻ എന്ന പേരുള്ള ചേട്ടനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞില്ല. ഏത് പള്ളിയിൽ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുമാരൻ എന്ന് പറഞ്ഞ ചേട്ടായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തലേദിവസം സിസ്റ്റേഴ്സ് കൊടുക്കുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെടാതെ വന്നാൽ ഇയാൾ പ്രതികരിക്കുന്ന ശൈലി ഭയങ്കര വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ അവർ വരുന്നതിന് മുൻപായിട്ട് മലമൂത്ര വിസർജനം നടത്തി ഇദ്ദേഹം കൈകൊണ്ട് മൊത്തം അങ്ങനെ കൂട്ടി കുഴയ്ക്കും. എന്നിട്ട് മേത്തും ഈ സിസ്റ്റർമാർ വന്ന് വിളിക്കുന്ന ഈ കട്ടിലിൻ്റെ 2 സൈഡിൽ നീലൊക്കെ വെച്ചിട്ടുള്ള കട്ടിലാണ് താഴേക്ക് പോകാൻ. അതുമൊക്കെ എങ്ങനെ ഇയാൾ ഈ സാധനം തയ്ച്ച് കുറിച്ച് വയ്ക്കും. അങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത്. ഇയാൾ എടുത്തിട്ട് വേണം കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ സിസ്റ്റർമാർ പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇയാൾ ദേഷ്യം വന്നത്. എന്നെ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയ ദിവസം ഇദ്ദേഹം ഈ കുമാരൻ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്ത് കിടക്കുന്ന സമയമാണ്. അപ്പം എന്നെ കൊണ്ട് സിസ്റ്റർ നമ്മൾ വാതിലേക്ക് കടന്നപ്പോൾ തുടങ്ങി ഭയങ്കര സ്മെല്ലും ഛർദ്ദിക്കാവുന്നത് പാടില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ഇതെനിക്ക് പറ്റുമോ? സിസ്റ്ററോട് പറ്റും, ഒന്നും പേടിക്കില്ല, ഓർമ്മ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയി ആദ്യമായിട്ട് എന്നെ കൊണ്ടുപോയി കുമാരേട്ടൻ്റെ അടുത്തേക്കാണ്. ഞാനിങ്ങനെ കൈയുടെ നിൽക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കുമാരേട്ടനെ എടുത്തു പോകും എന്ന് പറഞ്ഞു. അപ്പം കുമാരേട്ടനെ കിടക്കുന്നത് മൊത്തം ഈ മലപ്പുറത്ത് വിസർജനം എന്തൊക്കെ തേച്ച് അങ്ങനെ കിടക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത്, കുമാരേട്ടനെ എടുത്തോളൂ. അപ്പോൾ ഞാൻ അതേ സമയത്ത് എൻ്റെ സിസ്റ്ററോട് മറുപടി പറഞ്ഞു, സിസ്റ്ററെ കുമാരേട്ടനെ സിസ്റ്റർ എടുത്തോളൂ. കാരണം എനിക്ക് പറ്റില്ല എഴുതാനായിട്ട്. കുഞ്ഞു പിള്ളേർ കൊണ്ട് കയ്യിലിരുന്ന് ലാപ്പിനായിട്ട് കഴിഞ്ഞാൽ അതിനെ താഴ്ത്തിരുന്ന ഒരു സ്വഭാവം പോലെയാണ് എൻ്റെ. അപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ കിടക്കുന്ന കുമാരേട്ടൻ എടുത്തോണ്ട് പോകാൻ. ഞാൻ പറഞ്ഞു, നടക്കുന്ന കാര്യമില്ല. സിസ്റ്റർ പറഞ്ഞു, സാറിൻ്റെ ബ്രദറെ കുമാരേട്ടനെ എടുത്തോളൂ. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞു, സാറിൻ്റെ സിസ്റ്റർ കുമാരേട്ടനെ സിസ്റ്റർ എടുത്തോളൂ. അങ്ങനെ അവസാനം കുമാരേട്ടനെ സിസ്റ്റർ തന്നെ എടുത്തുകൊണ്ട് പോയി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നെടുത്തി. ഞാനന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്നത് കുറേ സമയം പ്രാർത്ഥിക്കാനായിട്ട്. ഒറ്റ കാര്യമാണ് പ്രാർത്ഥിച്ചത്, 2 ചെയ്തു തരണം. ഒന്നുകിൽ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്ക് തരണം, അല്ലെങ്കിൽ എന്നെ പഴയ വഴിയിൽ തിരിച്ചു വിടണം. എന്നാലും പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുമാരേട്ടനെ പ്രതികാരം ചെയ്ത് തന്നെ കിടക്കുകയാണ്. സിസ്റ്റർ എന്നെ കൊണ്ട് ചെന്നു. എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, ഇന്നത്തെ പോലുള്ള ഭയങ്കര സ്മെല്ലൊന്നും എൻ്റെ മൂക്കിലേക്ക് കയറി വരുന്നു. കടന്നുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. ഞാൻ തന്നെ കുമാരേട്ടനെ എടുത്തു, കുളിപ്പിച്ചത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് കണ്ണാടി കാണിച്ചു കൊടുത്തു. എന്നിട്ട് താടിമുടിയൊക്കെ വെട്ടാതെ ഒന്നും സംഭവിക്കില്ല, ഭയങ്കര വാശിക്കാരൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ താടിമുടിയൊക്കെ ഒന്ന് വെട്ടട്ടെ എന്ന് ചോദിച്ചു. ആൾ മനസ്സിലാവുന്ന സമയം വെട്ടിക്കോളാൻ പറഞ്ഞു. ഞാനതവിടെ വെട്ടി ക്രമപ്പെടുത്തി മൊത്തം പൗഡറിട്ട് വീണ്ടും കണ്ണാടിയിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ ആദ്യമായിട്ട് ചിരിച്ചു. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. പോരുന്നത് വരെ കുമാരേട്ടനെ ശുശ്രൂഷിച്ചു. 10 ദിവസമാണ് അവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത് പുറത്തുശ്ശേരി ഇടവകയിൽ കുട്ടികളെ ധ്യാനിക്കാനായിട്ട് പോയി. അപ്പം അന്ന് നമ്മൾ ചെയ്യുന്നത് വൈകുന്നേരമാണ്. ഒരു സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തന്നത് ഈ അഭയഭവനിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് വൈകുന്നേരം ആയതുകൊണ്ട് വേറെവിടേക്ക് പോയില്ല. സിസ്റ്റേഴ്സിനോട് കിടക്കാനുള്ള സ്ഥലം ചോദിച്ചു. ഞങ്ങൾ വേറെ പോയി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്നു. ഞങ്ങൾ 2 ചെമ്മാച്ചന്മാരുണ്ടായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് കാപ്പിയുടെ കഴിഞ്ഞു ഞാൻ ഈ മുറിയുടെ വാതിലെത്തുന്നു. അപ്പോഴേക്കും കുമാരേട്ടൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മൊത്തം പോയി. ഈ വളരെ വയ്യാണ്ടായി. അപ്പം ഞാൻ വാതിലെത്തിയപ്പോൾ ഈ കുമാരേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഷിബുബ്രദറെ, ഇന്നലെ വൈകുന്നേരം ബ്രദറിൻ്റെ ശബ്ദം കേട്ടല്ലോ, എന്തേ ഇന്നലെ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നു? കണ്ണു കാണാത്ത മനുഷ്യൻ 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു 10 ദിവസം അവരെ ശുശ്രൂഷ
ഇത്രയും നാൾ സ്വരം മറക്കാതെ എൻ്റെ സ്മെല്ല് മറക്കാതെ അത് ഓർത്ത് വെച്ച് കാത്തിരിക്കുകയാണ്. അന്നെനിക്ക് മനസ്സിലായി ഈ വചനത്തിൻ്റെ അർത്ഥം. നമ്മൾ അർഹിക്കാത്തവരെ അല്ലെങ്കിൽ തിരിച്ചു തരാൻ ഒന്നുമില്ലാത്തവരെ സ്നേഹിച്ചാൽ അവർ നമുക്ക് തരുന്ന വലിയൊരു പ്രതിഫലമുണ്ട്. അന്ന് എൻ്റെ കണ്ണീർ വീണത് ഈ കുമാരൻ്റെ സ്നേഹം ഓർത്തിട്ടാണ്. ഇതുപോലുള്ള സ്നേഹം നിങ്ങൾ ധനികരായിട്ടുള്ളവരെ സ്നേഹിതരൊക്കെ എന്തൊക്കെ കൊടുത്ത് സ്നേഹിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. അവരതൊക്കെ തിരിച്ചു തരും. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു പുസ്തകം ഉണ്ടാകും. എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പുസ്തകം. അതായത് കല്യാണത്തിന് ക്ഷണിച്ചവരുടെ പേര് വിവരങ്ങളാണ്. അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ പോയ ആ വിവരങ്ങളൊന്നും എത്ര കാശ് കൊടുത്തു ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അടുത്തത് കല്യാണം വരുമ്പോൾ ഈ പുസ്തകം എടുത്തു വെച്ചിട്ട് മുൻവശത്ത് തന്നെ ഒരു ടേബിളൊക്കെ ഇട്ട് ഓർക്കുണ്ടാവില്ല. പഴയ കാലത്തെ ഒരു സുപ്പാരി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ ഓർക്കാനൊക്കെ വെച്ച് ഈ ടേബിൾ ഇത് വെച്ചിട്ടിരിക്കും. വരുന്നൊരു കവർ കൊടുക്കുമ്പോൾ അത് പേരെഴുതി നേരെ അതിൻ്റെ സംഖ്യ രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഞാൻ 100 കൊടുത്തതായിരുന്നു, ഞാൻ 100 കൊടുത്തതായിരുന്നു, തിരിച്ച് 51 വന്നിട്ടുള്ളൂ. ഇങ്ങനെ വിലയിരുത്തുന്നത് ഞാൻ പല വീടുകളിലും കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. എപ്പോഴും നമ്മൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് കടം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സംഭാവനയായിട്ടോ സമ്മാനമായിട്ടോ കൊടുക്കുന്നത്. കോട്ടയിൽ ഞാനൊരു ആദികുർബാനസ്വരത്തിൻ്റെ കാലഘട്ടത്തിൽ ആദികുർബാനസ്വരത്തിൻ്റെ കുട്ടികളുടെ വീടുകളിലൊക്കെ സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ ഒരു ചേച്ചിയോട് പറയുക, ഞങ്ങൾ സമ്മാനമൊന്നും സ്വീകരിക്കുന്നില്ല, സമ്മാനമൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ അയൽപ്പക്കത്ത് കയറിയപ്പോൾ പറയുകയാണ്, അച്ഛാ സമ്മാനം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയി, നിന്റെ മകൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഞാൻ അരപ്പവൻ്റെ സ്വർണം പറഞ്ഞപ്പോൾ അതിന് 2000 രൂപയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് പോയി. ഒന്നും സ്വീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പോയി. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ നിന്റെ മകന് അരപ്പവൻ സ്വർണം തന്നിട്ടുണ്ട്, നീ വരുമ്പോൾ എന്തെങ്കിലും മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊണ്ടുവരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ്. എന്ത് കൊടുത്താലും അതിനൊരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാതാപിതാക്കന്മാർ കരഞ്ഞുകൊണ്ടിടക്കാണ്, മക്കൾ എന്നെ നോക്കുന്നില്ല, മക്കൾ നോക്കുന്നില്ല. എന്താ കാരണം? അങ്ങനെ കരയാൻ കാരണം എന്താണ്? മക്കൾ വലുതാകുമ്പോൾ ഞങ്ങളെ സുന്ദരമായിട്ട് നോക്കും എന്ന് വിചാരിച്ച് പ്രതിഫലം പ്രതീക്ഷിച്ചാണ് അവർക്ക് കൊടുത്തത്. അതുകൊണ്ടല്ലേ നിരാശപ്പെടേണ്ടി വരുന്നത്. ഈശോ എന്ന് പറയാം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് നന്നായിട്ട് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൊന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടി അത് ബോണസായിട്ട് കരുതിയാൽ മതി. ഒന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് നന്മ ചെയ്യുക. എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ ഭാഗ്യമായിട്ട് കരുതുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഇന്നലെ ഒരു സിസ്റ്ററിൻ്റെ കോവിഡ് ബാധിച്ച് മരിച്ച സിസ്റ്ററിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് കുറേ ബഹളങ്ങളൊക്കെ ഇങ്ങനെ മീഡിയകളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, കോവിഡ് തുടങ്ങിയിട്ട് കുറേ കാലഘട്ടമായി നമ്മൾ ഓരോ ഇടവകയിലും ആരെങ്കിലും കോവിഡ് ബാധിച്ച് മരിച്ചാൽ അവരെ സംസ്കരിക്കാനുള്ള ഒരു സന്നദ്ധ ടീം ഉണ്ടോ എന്ന് അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ ഒരു അച്ഛൻ ചോദിച്ചു. അപ്പോൾ പല അച്ഛന്മാരും അവരുടെ ഇടവകളിലൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു മറുപടി വരുന്നത് കാണാൻ പറ്റി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ കുമ്പിടി ഇടവകയിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നിൽക്കാനായിട്ട് വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മുടെ ഇടവകയിൽ തന്നെ ഒരു ഗ്രൂപ്പ് തയ്യാറായിട്ട് നിൽക്കേണ്ടതില്ലേ എന്ന് എനിക്കൊരു മനസ്സിലൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് നടന്നു. ഇന്ന് അത് കൈകാര്യമാരുടെ വേണ്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അങ്ങനെ സന്നദ്ധരായിട്ടുള്ള, ചിലപ്പോൾ ദിവസങ്ങളിലേക്ക് ക്വാറന്റൈനിലൊക്കെ പോകേണ്ടി വന്നേക്കാം, അതിന് തയ്യാറായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, നല്ല വോളണ്ടിയേഴ്സ് ഒരു ഗ്രൂപ്പ് നമുക്ക് വേണം. അത് തയ്യാറാക്കി ലിസ്റ്റ് തയ്യാറാക്കി വെക്കാനായിട്ട് ഇന്ന് കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ പരിശ്രമിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കുകയാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എളിമയോടുകൂടെ ആയിരിക്കുവാനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുവാനുള്ള ശക്തിയും കൃപയും കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. എഴുന്നേറ്റ് നിന്നും കാർഷിക പ്രാർത്ഥനയും നമുക്ക് പങ്കുചേരാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നേറ്റു പറയാം. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുകുണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രേക്ഷിതവേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളെ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. വരുന്നു ജീവിതം ഇന്നുയാകമേക മുന്നിലായിരുന്നു എൻ ജീവനെ എൻ ജീവനാഴ്ചയിതാ ഞാൻ വരുന്നു എൻ ജീവിതം ഇന്നുയാകമേക മുന്നിലായിരുന്നു എൻ ജീവനെ എൻ ജീവനാ. തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയാചരിക്കാൻ കൽപ്പിക്കുകയും ചെയ്ത വിശുദ്ധ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലെയും കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. പണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് വിശുദ്ധായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Mario
ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവായിരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാമത് സ്വർഗ്ഗത്തിലെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി രാവിലെ ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുക അവിടുന്ന് വീണ്ടും വരാതിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനയായും ശരീരത്തിന്റെ ഉയർത്തും നിത്യാസവും ഞങ്ങൾക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അംഗീകരിക്കുന്നവർക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കാരുണ്യാദ്രയത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എഴുതി നിശബ്ദരായ ഏകകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും ചേർന്ന് സർവപ്രപഞ്ചത്തിന്റെയും നാഥനും സൃഷ്ടാവുമായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. തിരുനാമം നിത്യം വാഴ്ത്തിടാം, രാജാവിൻ കീർത്തനമെന്നും പാടിടാം. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം, രാജാവിൻ കീർത്തനമെന്നും പാടിടാം. കർത്തനെ വാഴ്ത്തിടാം, നിത്യം വാഴ്ത്തിടാം. ദാവീദിൻ പുത്രനെന്നും ഹോശാന, ഈശനെ വാഴ്ത്തിടാം, ബോധം പാടിടാം. നാഥാവിൻ മഹിമകളൊന്നായി പാടി പാടി വാഴ്ത്തിപ്പാടും. കർത്താവിൻ തിരുനാമം നിത്യം വാഴ്ത്തിടാം, രാജാവിൻ കീർത്തനമെന്നും പാടിടാം. ഹോശാന ഹോശാന നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാം. കർത്താവിനെ മനസ്സിൽ കാണാം. ഇന്നത്തെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും അവിടുന്ന് തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ ലോകം ശക്തമായതിനെ ശ്രേഷ്ഠ വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, അൽമായ പ്രേക്ഷിതർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയും ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന അഗാപ്പെ ഫ്രാൻസിസ് കണ്ടകുളത്തേക്ക് വേണ്ടിയും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും പൊതുപ്രവർത്തന മേഖലകളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കുന്ന സൈനികർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥന കൂടുതൽ ആവശ്യമായ മറ്റെല്ലാവർക്കും വേണ്ടിയും ഇടവയുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളെ അടയ്ക്കാം, ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ബലിവസ്തുക്കളിലേക്കും ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും എഴുന്നള്ളി വരണമേ എന്ന് നിശബ്ദതയിൽ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോടൊന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോട് ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങളുടെ അച്ഛനായവനേ, കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യസക്രാരി ഈശോ വാഴുന്നിര പൂജ്യമാമോസ്തി ദിവ്യകാരുണ്യമാ ദിവ്യസക്രാരി ഈശോ വാഴുന്നിര പൂജ്യമാമോസ്തി ദിവ്യകാരുണ്യമാ നിത്യജീവൻ തരാ ദുർഗരാജ്യം തരാ സ്നേഹമോദാശയ ഈശോ അണയുന്നീത നിത്യജീവൻ തരാ സ്വർഗരാജ്യം തരാ സ്നേഹമോദാശയ ഈശോ അണയുന്നീത ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാംബരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാംബരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രസങ്ങള് നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. അണ്ണാമുള്ളാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടുകൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരയുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകലോകം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാൻ സഭയുടെ
അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരൻ സ്വർഗയാത്രയുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും ആടുന്ന രക്തം പാനം ചെയ്യുവാനും തിരുസഭകളെ ക്ഷണിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ദിവ്യകാരുണ്യമായ ഈശോയെ അരൂപിയായി ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വന്ന് നിറയണമെന്ന് ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയെ നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. എല്ലാ മലിനതകളും കഴുകി പരിശുദ്ധമാക്കാൻ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരട്ടെ. ഇന്നത്തെ വിചാരങ്ങളെയും ഇന്ന് പറയുന്ന വാക്കുകളെയും ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ഇന്ന് പോകുന്ന സ്ഥലങ്ങളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഇന്ന് ദിവസം കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ വലിയ സംരക്ഷണം നമുക്ക് ചുറ്റും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരായിരിക്കുന്ന ഈ ദേശത്തെ അവിടുന്ന് തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലേക്ക് സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരസ്പര ഭിന്നതയിൽ കഴിയുന്ന ദമ്പതിമാർ ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും വിവിധ നിയോഗങ്ങളുമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും ഈശോ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരരെയും അവരായിരിക്കുന്ന മേഖലകളെയും സമർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഈശോ കൈക്കൊള്ളുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലായി കഷ്ടത അനുഭവിക്കുന്നവരെ, യുദ്ധഭീഷണികൾ മൂലം കഷ്ടപ്പെടുന്നവരെ, പ്രകൃതി ദുരിതങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരെ, രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഇടവക ദേവാലയത്തെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരംഭിച്ചുള്ള കാര്യാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, ഞങ്ങളുടെ ഇടവകയുടെ മേലും, ഞങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ മേലും വന്ന് നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഔന്നതീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടുകൂടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശം പങ്കാളികളായിക്കഴിഞ്ഞു. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിതവീതി നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാണ് നല്ല കുടുംബം തീർക്കും. സഭയുടെ നിസ്തുല
ഞങ്ങളുടെ കർത്താവിന്റെ ദൈവത്തിന്റെ സ്തുതി. നിന്നെ സ്വീകരിച്ച ബഹുമാനം കരങ്ങളെ പൂർവിയും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. കുറച്ച് അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. നാളെ തിങ്കളാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നൊവേന ഏറ്റുകഴിക്കുന്നത് കണ്ടംകുളത്തി തോമസ് ആണ്. ചൊവ്വാഴ്ചയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ നൊവേന ഏറ്റുകഴിക്കുന്നത് തളിയത്ത് ഡേവിസ് ഷൈനി. വ്യാഴാഴ്ചയിലെ ഇടവക മധ്യസ്ഥയുടെ നൊവേന കുർബാന ആരെ ഏൽപ്പിച്ചിട്ടില്ല. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ്. ശനിയാഴ്ചയിലെ ഗ്രൗട്ടമാതാവിൻ്റെ നൊവേനയും വിശുദ്ധ ബലിയും ഏറ്റുകഴിക്കുന്നത് ലിൻസി ഡെന്നി തിരുധനത്തിൽ. വരുന്ന ഞായറാഴ്ച സർക്കാർ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അച്ഛൻ നിങ്ങൾക്ക് പിതാവിൻ്റെ സർക്കുലർ അയച്ചു തന്നിട്ടുള്ളതാണ്. നമ്മളത് വായിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് ഈ സാഹചര്യത്തിൽ ഈ വർഷത്തെ വാർഷിക തിരട്ട് പൊതുയോഗത്തിന് പകരം പ്രതിനിധി യോഗത്തിൽ വായിച്ച് പാസ്സാക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഞായറാഴ്ചയിലെ മീറ്റിംഗ് പ്രധാനമായിട്ടും കൂടുന്നത്. അതോടൊപ്പം കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. കൈക്കാരന്മാർ പഴയതുപോലെ തുടരണമെന്നാണ് ബിഷപ്പ് ഹൗസിനുള്ള ആഗ്രഹം. ഇനി അവരെ മാറ്റണം അല്ലെങ്കിൽ പുതിയവരെ തിരഞ്ഞെടുക്കണം നിർബന്ധമുണ്ടെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയാണ് അടുത്ത ആഴ്ചയിലെ മീറ്റിംഗ് കൂടുക. അപ്പോൾ അടുത്ത ആഴ്ചയിൽ എല്ലാവരും സഹകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴാണ് ലോക്ക്ഡൗൺ ആകുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ മീറ്റിംഗ് നടക്കില്ല. അല്ലെങ്കിൽ നമ്മൾ സാമൂഹിക അകലമൊക്കെ പാലിച്ച് രാവിലത്തെ കുർബാന കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 7:30 മണി സമയത്ത് മീറ്റിംഗ് കൂടുന്നതായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടി അണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.